കാസർഗോഡ് ഹോട്ടലിൽ ആക്രമണം നടത്തിയതിന് പോലീസ് കസ്റ്റഡിയിലായ യുവാക്കൾ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഹോട്ടൽ തല്ലിപ്പൊളിച്ചു. തൃക്കരിപ്പൂരിലാണ് സംഭവമുണ്ടായത്. ഭക്ഷണം കിട്ടാൻ വൈകിയെന്നാരോപിച്ച് ആക്രമണം നടത്തിയ 4 പേരെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. ഇവരാണ് പിന്നീട് 25ഓളം പേരുമായി എത്തി ഹോട്ടൽ തല്ലി തകർത്തത്. ഫസ്റ്റ് 4 ആൾ വന്ന് ഫ്രൈഡ് ചിക്കനും മന്തി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് 15 മിനിറ്റ് ടൈമെന്ന് വെയിറ്റർമാർ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപാട് ഇവർ മുകളിൽ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്ലേറ്റ് ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊളിച്ച് ഫാമിലി ഉണ്ടായത് അവരിൽ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് 4 ആളെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയിട്ട് അതിൻ്റെ ഉറപ്പുണ്ട്. രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപാട് 10-25 ആൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് ഡോറ് ചവിട്ടി പൊളിച്ച് പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, പോലീസിനെ പോലും ഭയമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, അതിനുശേഷം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം കൂടുതൽ ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് കട തല്ലിപ്പൊളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതെ അനുസരി, അത്തരത്തിൽ വലിയ തോതിലുള്ള അതിക്രമമാണ് ഒരു കൂട്ടം എന്ന് തന്നെ പറയേണ്ടി വരും, ക്രിമിനൽ കൂട്ടം തന്നെ പറയേണ്ടി വരും. ഇന്നലെ പുതുവർഷ ആഘോഷത്തിനിടെ ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. അതായത് തൃക്കരിപ്പൂർ നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പോഗോ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഇങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടായത്. അതായത് ഭക്ഷണം അവർ ഓർഡർ ചെയ്യുന്നു, 5 മിനിറ്റ് വൈകുന്നതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടാവുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളൊക്കെ തല്ലി തകർക്കുന്നു. അതിനുശേഷം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചന്ദേര പോലീസ് എത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരുന്നത്, ഇതിൽ കേസെടുക്കാൻ പോലീസ് അപ്പോൾ തയ്യാറായിട്ടില്ല. ഇവരെ അറസ്റ്റ് ചെയ്യാറൊന്നും ചെയ്യാറില്ല. ഇവരെ ഒന്ന് ഉപദേശിച്ച് വിടുന്ന മാത്രം ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഈ സംഘം പുറത്തിറങ്ങുകയും പിന്നീട് ഇവർ ഫോൺ വിളിച്ച് കൂടുതൽ ആളുകളെ വരുത്തുകയാണ്. അതായത് 40ഓളം ആളുകൾ ആ പയ്യന്നൂരും പ്രദേശത്തുള്ള ആളുകളെ എത്തി പിന്നീട് വലിയ അതിക്രമമാണ് ഹോട്ടലിൽ നടത്തുന്നത്. ജീവനക്കാരെ മർദ്ദിക്കുന്നു, അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു തകർക്കുന്നു, ടേബിളുകൾ അടിച്ചു തകർക്കുന്നു. അങ്ങനെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇയാൾ ആശുപത്രിയിലാണ് ഇപ്പോൾ. ഏതായാലും ഈ സംഭവത്തിൽ ഈ ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ലാതെ എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതിൽ കേസെടുക്കാൻ ഒരു താമസമെന്ന് അറിയുന്നില്ല. ഏതായാലും ഇന്നലെ ഇവരെ ഈ അക്രമികളെ കൈയോടെ പിടികൂടി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഒരു പക്ഷേ ഒരു ദിവസം കേസോ മറ്റോ എടുക്കുകയാണെങ്കിൽ ഈ അനിഷ്ട സംഭവം ഉണ്ടാകുമായിരുന്നില്ല. പോലീസ് ഇവരെ വിളിപ്പിക്കുകയും പിന്നീട് ഒന്ന് ഉപദേശിച്ച് നന്നായിക്കൂടെ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ സംഘം അതിൽ പ്രകോപിതരായി കൂടുതൽ ആളുകളെ വിളിച്ച് ഇങ്ങനെ ഒരു അക്രമം നടത്തുന്നത്. അതിൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ നമുക്ക് ആക്രമിക്കുന്ന ആ രീതിയിലുള്ള ഒരു അക്രമമാണ് നടന്നത്. ഏതായാലും ഇതിൽ മദ്യലഹരിയിലാണ് ഇവർ ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പുതുവത്സര ആഘോഷമാണ് നടന്നത്. അതിന്റെ ആഘോഷമൊക്കെ എത്തിയ ആളുകളായിരിക്കണം. ഒരു 11-ഓടുകൂടി, അതായത് ഈ പുതുവത്സരാഘോഷം കൃത്യസമയം 11-ഓടുകൂടിയാണ് ഈ അക്രമം ഉണ്ടായത്. ഇവർ ഓർഡർ ചെയ്ത ഭക്ഷണം അല്പം വൈകി, 5 മിനിറ്റ് വൈകി. അതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടാവുന്നു. പിന്നീട് സാധനങ്ങൾ അടിച്ചു തകർക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ടേബിളുകൾ അടിച്ചു തകർക്കുന്നു, ഗ്ലാസുകൾ അടിച്ചു തകർക്കുന്നു. പോലീസ് പോലീസിലെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രകോപിതരായാണ് കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തുകയും വലിയ അക്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായതാലും നിലവിൽ ചന്ദേര പോലീസ് ഈ ഹോട്ടൽ ഉടമ പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അനുശ്രീ ബൈജു, അതുപോലെ തന്നെ ഈ 25ഓളം വരുന്ന സംഘമാണ് കട തല്ലിപ്പൊളിക്കുന്നത്. അത്രയും വലിയൊരു സംഘം എന്ന് പറയുമ്പോൾ ഈ കടയുടമയ്ക്ക് ഒരു തരത്തിലും പ്രതികരിക്കാനാകാത്ത, ഒരു തരത്തിലും തടഞ്ഞു നിർത്താനാകാത്ത ഒരു സാഹചര്യം കൂടിയായിരിക്കും. ഈ 25 പേരെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരം പോലീസുകാരുടെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടുണ്ടോ? അനുസരി, ഈ സംഘം പയ്യന്നൂർ ഭാഗത്ത് നിന്നുള്ള സംഘമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചില ആളുകളെയൊക്കെ അറിയാമെന്ന് തന്നെയാണ് ഈ ഹോട്ടൽ ഉടമ പറയുന്നത്. നേരത്തെയൊക്കെ ഇതേ ഹോട്ടലിൽ ഇവർ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു. പക്ഷെ ഇവർ ഈ പോലീസിനെ വിളിപ്പിച്ച വൈരാഗ്യത്തിൽ അല്ലെങ്കിൽ പ്രകോപിതരായി കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി. അത് പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇയാളുടെ സുഹൃത്തുക്കളൊക്കെയാണ്. അത് പയ്യന്നൂർ ഭാഗത്തുള്ള ആളുകൾ തന്നെയാണ്. ഇവരുടെ എല്ലാം ദൃശ്യങ്ങൾ CCTVയിൽ ഉണ്ട്. ഇവരെല്ലാം പോലീസിന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ദൃശ്യങ്ങൾ തന്നെ ഉണ്ട്. നമുക്ക് കാണാം അത്രത്തോളം വലിയ അതിക്രമമാണ് ഈ സംഘം അവിടെ നടത്തിയത്.
ഏതായാലും കണ്ടാൽ അറിയാവുന്ന 25ഓളം പേർ അങ്ങനെയാണ് പരാതിയിലുള്ളത്. ഈ ഹോട്ടൽ ഉടമ ഏതെങ്കിലും ആളുകളുടെ പേര് നൽകി പരാതി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഈ അതിക്രമം നടത്തി അതിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കാര്യമായ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടുത്തെ ഒരു ജീവനക്കാരനാണത്. മറ്റ് അവിടെയുള്ള വസ്തുക്കൾ, നിരവധി ടേബിളുകൾ, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ, ഗ്ലാസ് തുടങ്ങിയ എല്ലാ വസ്തുക്കളും തകർത്തിട്ടുണ്ട് ഈ സംഘം. ആദ്യം ഒരു അക്രമം നടത്തുന്നു, പിന്നീട് പോലീസ് എത്തി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പോലീസ് ഇവരോട് പറഞ്ഞ് ഈ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചതിന് ശേഷം വീണ്ടും പ്രകോപിതരായി കൂടുതൽ ആളുകളെ വരുത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ 25ഓളം അടങ്ങുന്ന സംഘം ബൈക്കിലും കാറിലും ഒക്കെ ഈ സംഘം എത്തുന്നു. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചാണ് അവിടെ ഇത്തരത്തിൽ അക്രമം അയച്ചുവിടുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇതുവരെ ആരെയും കസ്റ്റഡിയിലോ മറ്റോ ഒന്നും എടുത്തിട്ടില്ല. ഇയാളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. ഈ സംഭവത്തിൽ ഇപ്പോൾ മറ്റ് നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നതിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹോട്ടലുകൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമായി അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചിട്ടുള്ള വലിയ തോതിലുള്ള സമരം, അത്തരത്തിലുള്ള സമരത്തിലേക്ക് കടക്കേണ്ടി വരും. ഈ അക്രമികളെ ഉടൻ പിടികൂടണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്തില്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സമരത്തിലേക്ക് നീങ്ങാനും അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുശ്രീ, ബൈജു, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അക്രമികളുടെ പശ്ചാത്തലം ഏതെങ്കിലും തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകളാണോ? അല്ലാതെ ഇത്ര വലിയൊരു അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യത, അതും നിസ്സാരമായൊരു കാര്യത്തിന് ഇത്ര വലിയൊരു അക്രമം അഴിച്ചുവിടാനുള്ള സാധ്യത ഉണ്ടാകില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഇത് സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ തേടിയിരുന്നു. പക്ഷേ പോലീസിന് ഇതിന് വലിയൊരു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൃത്യമായി ആരാണ് ഇത് അതിക്രമം നടത്തിയതെന്ന് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ചന്ദേര പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ആദ്യം ഒരു അക്രമം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കുറച്ചു നേരത്തെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വെക്കുക, അത്തരം നടപടികളിലേക്ക് സ്വീകരിക്കേണ്ടതിന് പകരം വെറും ഒരു ഉപദേശം നൽകി അവരെ അവിടെ തന്നെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് കൂടുതൽ പ്രശ്നം വഷളായതും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരാതിയിൽ പറയുന്നത് മദ്യലഹരിയിൽ വലിയൊരു സംഘം അതിക്രമം നടത്തിയതാണ് ഈ പരാതിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മദ്യലഹരിയിൽ ഒരു സംഘത്തെ പോലീസ് ആ രീതിയിൽ കൈകാര്യം ചെയ്താൽ മതിയാവില്ലായിരുന്നു. അത്രത്തോളം എന്തെങ്കിലും ഒരു കേസ് രജിസ്റ്ററിംഗും വേണമായിരുന്നു. പക്ഷെ ഒരു കേസ് പോലും എടുക്കാതെ ഇവരെ വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ പോലീസിന് വലിയ ധാരണയൊന്നുമില്ല ഇതാരാണ് അതിക്രമം നടത്തിയതെന്ന് സംബന്ധിച്ച്. പക്ഷെ ചില നാട്ടുകാർക്കൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട്. പയ്യന്നൂരുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരുള്ള ഒരു സംഘമാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസുമായി നമ്മൾ ഈ വിവരം സംസാരിച്ചിരുന്നു. ഏതായാലും ഹോട്ടൽ ഉടമയുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ പരാതിന്മേൽ അന്വേഷണം നടത്തി കേസെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടാതെ ഒരുപാട് നഷ്ടങ്ങൾ ഈ ഹോട്ടലിൽ. കാസർഗോഡ് ഹോട്ടലിലാണ് ഇത്തരമൊരു അതിക്രമം ഉണ്ടായത്. പോലീസ് കസ്റ്റഡിയിലായ യുവാക്കൾ പുറത്തിറങ്ങിയതിനു ശേഷം മറ്റ് സുഹൃത്തുക്കളെയും ആളുകളെയും ഒക്കെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും ഹോട്ടൽ തല്ലിപ്പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിന്റെ KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.